സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഇപ്പൊ ചേച്ചി പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ ചേച്ചി ലൈവില് ചേച്ചിക്ക് റീച്ച് കിട്ടുന്നുണ്ട്, ഷോർട്സോ റീൽസിലൊക്കെ റീച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി ചാനൽസിനെ ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. ഈ ഒരു ചാനലില് എന്നെ നിമിഷ വിജോ ഒന്ന് എന്താണ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂ ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെന്നിട്ട് എനിക്ക് വലിയ തേങ്ങാക്കൊലൊന്നും നേടാനൊന്നും ഇല്ല. എന്റെ പുറകെ നടന്ന് ഇന്റർവ്യൂ ഇതാന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നിട്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു 10 റീല് അല്ലെങ്കിൽ ഒരു 2 റീല് റീച്ച് ആയി കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ ഇൻബോക്സ് ഇൻസ്റ്റാഗ്രാം നിറച്ച് ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിക്കും. ഞാൻ അത്രക്കാരൻ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്നാ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായാലും നമ്മുടെ രീതിക്ക് നമ്മളൊരു പേയ്മെന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കൊണക്കിയോ അതൊന്ന് കൊണക്കിയോ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി ചില അത് പറഞ്ഞു മിക്കവാറും 500 രൂപ തന്നെ അത് പറഞ്ഞു ഒപ്പിക്കും. എന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു ഇന്റർവ്യൂ തരാന്ന് വെച്ചിരിക്കുമ്പോ ഇമ്മാതിരി തോന്നിവാസം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ തോന്നിയസായിട്ടല്ല ചോദിച്ചത്, ഞാൻ ചേച്ചി റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ചേച്ചി ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. നീ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നിന്റെ ചാനൽ പിന്നെ ചക്കപ്പുഴുക്കൊന്നുമല്ലല്ലോ കിട്ടുന്നത്, റീച്ചല്ല നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്താ കിട്ടുന്നത്. ഇത് കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഇത് എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും എനിക്കൊരു മനസ്സമാധാനത്തിന് ഒറ്റ ചാനലിൽ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. എല്ലാവർക്കും റീച്ച് വേണം എന്നല്ല, ലാസ്റ്റ് ചൊറിഞ്ഞ് നമ്മൾ അങ്ങേ അറ്റത്ത് കയറി പിടിക്കും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഓക്കെ, സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചു. എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോ ഒരു സോറിയും ഉണ്ട്. ഇതാ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ, ഇതാ ഉണ്ടായേ. ഇന്റർവ്യൂവിന് വിളിച്ച ആ ഒരു വേട്ടവാളി ഞാൻ വിളിച്ചേ അങ്ങോട്ട്. വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. ഇതിപ്പോ കാണുന്നവര് വിചാരിക്കും സ്ക്രിപ്റ്റ് ആണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഈ ലൈവിലിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയോട് പബ്ലിക് ആയിട്ട് ശരീരഭാഗങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അങ്ങനെയൊക്കെ പറയുമ്പോ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ചിരി വരും. ചിരിയാണ് വരുന്നത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.